ഈ ഒരു ട്രെൻഡിന്റെ ഭാഗമാവാത്തതായിട്ട് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. എന്തിന്റെ കാര്യമാണ് പറയുന്നതെന്നല്ലേ, ബൺമസ്കന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ബൺമസ്കന്റെ ഇറാനി ചായന്റെ വീഡിയോ കണ്ട് കണ്ട് എല്ലാവരും മടുത്തിട്ടുണ്ടാവുമെന്നറിയാം. ഞാനും അതേപോലെ മടുത്തിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഓരോ തവണ കാണുമ്പോഴും ഇതിന്റെ രുചി എന്താണെന്ന് അറിയാനുള്ള ഒരു കൊതി ഉണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണിത്. അധികം മധുരമൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ സുഖമുള്ളൊരു മൺമസ്കയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഒരു ഇറാനി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറാനി ചായ ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല, എന്നാലും ഉണ്ടാക്കിയ ചായ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചായ തന്നെ മതിയെന്ന് തോന്നി ഈ ഒരു ബണ്ണ് കഴിക്കാൻ. ചായൻ്റെ ആവശ്യം തന്നെ ഇല്ല, ബണ്ണ് വെറുതെ കഴിക്കാൻ തന്നെ രുചിയാണ്. പിന്നെ നമുക്ക് ചായ ആണല്ലോ എല്ലാം, അതുകൊണ്ട് ചായ ആദ്യം പിന്നെ ബണ്ണ്. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമാണ്. കാരണം നമുക്കിത് പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണെന്ന് തോന്നുന്നില്ല, കാരണം ഒരുപാട് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചായയിൽ മുക്കി കഴിച്ചാലാണ് രുചിയെന്ന് അറിയുന്നവരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. പണ്ട് പനി പിടിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ചായയിൽ ബണ്ണൊക്കെ മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഓർമ്മയില്ലേ? ശരിയാണ് കേട്ടോ, നമ്മൾ ചായയിൽ മുക്കി കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മധുരം തോന്നുന്നുണ്ട്. ചായൻ്റെ ആ ഒരു മധുരം ബണ്ണിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു ബൺ മസ്ക് ഉണ്ടാക്കി കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, അടിപൊളിയാണ്.